വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ശ്രീ അഡ്വക്കേറ്റ് ജ്യോതിഷ് BDJ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദരപൂർവ്വം ക്ഷണിച്ചു. വികസന കേരളം എന്ന ഏറ്റവും പുതിയ ആശയവുമായി കേരളത്തിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ മുദ്രാവാക്യത്തോടുകൂടി മാറ്റമുണ്ടാകും എന്നുള്ള ഉറച്ച കേരളത്തെ നയിക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനും NDAയുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരാധനായ നേതാവുമായിട്ടുള്ള പ്രിയപ്പെട്ട രാജീവ് ജി, ശ്രീ കൃഷ്ണപ്രസാദ് ഏട്ടൻ കുമ്മനൻ ഉൾപ്പെടെയുള്ള NDAയുടെ പ്രമുഖരായ നേതാക്കന്മാരെ, പ്രിയമുള്ളവരെ, BDJന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷത വഹിക്കേണ്ട ഒരു മീറ്റിംഗ് ആണിത്. അടിയന്തരമായി SNDPയുടെ ഡയറക്ടർ ബോർഡ് യോഗം ചേർത്തലിൽ വെച്ച് കൂടാൻ സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് പകരം ചുമതലക്കാരനായി എന്നെ ചുമതലപ്പെടുത്തി വിട്ടിട്ടുള്ളത്. ഞങ്ങൾ എത്തുന്നത് ശ്രീ തമ്പി മേട്ടതറ ഇവിടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. BDJന്റെ പ്രമുഖരായ NDA നേതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെ തമ്പിയെ സംബന്ധിച്ചിടത്തോളം, പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റിലമായ ആലപ്പുഴ ജില്ലയിൽ ഏകദേശം 30 വർഷക്കാലം CPMൽ സജീവമായി പ്രവർത്തിക്കുകയും 4 നൂറ്റാണ്ട് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായി നിന്ന ഞങ്ങൾ, ശ്രീ തമ്പി മേട്ടതറാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറും CPIയുടെ ജില്ലാ കൗൺസിൽ മെമ്പറുമായിരുന്നു. കാലഘട്ടത്തിന്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് മാറ്റം എന്നുള്ള ആശയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ 5 വർഷങ്ങൾക്ക് അടുത്ത് തന്നെ ആ ചെങ്കൊടി ഞങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ദേശീയതയുടെ ഭാഗമായി ഞങ്ങൾ ഇതിലേക്ക് അണിചേരുകയുണ്ടായത്. അന്നത്തെ കാലഘട്ടത്തിൽ 4 നൂറ്റാണ്ട് മുമ്പ് ഞങ്ങളോട് പറഞ്ഞു, കമ്പ്യൂട്ടർ തല്ലിപ്പിടിക്കാൻ പറഞ്ഞു, മെതിയന്ത്രങ്ങൾ തല്ലിപ്പിടിക്കാൻ പറഞ്ഞു, വിദേശ സ്കൂളുകൾ നിലയിലുള്ള ആളുകളെ ഒന്ന് കയറ്റരുതെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജീവിക്കുന്ന രക്തസാക്ഷികളായി എന്റെ കാൽമുട്ടിൽ ഉൾപ്പെടെ പരിക്കുപറ്റി പോളിടെക്നിക് സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ആശയപരമായി ആ രാഷ്ട്രീയം ചെരുമയുള്ളതാണ് എന്ന് കരുതിയാണ് ഞങ്ങൾ നിന്നതെങ്കിൽ ഇന്ന് ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരജിയൊക്കെ നയിക്കുന്ന ദേശീയതയുടെ ഈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ബഹുമാനായ CPMന്റെ നേതാവ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, അദാനിയെയും അംബാനിയെയും സ്വാഗതം ചെയ്യുന്ന വർത്തമാനകാല രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളതെന്ന് പറഞ്ഞപ്പോൾ 5 വർഷം മുമ്പ് ഞങ്ങളെടുത്ത നിലപാട് എത്രയോ ശരിമയുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഉജ്ജ്വലമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായും ഞാൻ നീട്ടുന്നില്ല. ഏറ്റവും പ്രസക്തമായ പ്രസംഗം നമ്മുടെ പ്രിയപ്പെട്ട രാജീവ്ജിയുടെയും കുമ്മനൻജിയുടെയും കൃഷ്ണപ്രസാദിന്റെ ഒക്കെയാണ്. NDAയുടെ നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഉണ്ട്. തീർച്ചയായും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശബ്ദമായി മാറുവാൻ BJPയുടെ അധ്യക്ഷന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കുവാൻ കേരളം കാതോർക്കുകയാണ്. കാരണം വികസന രാഷ്ട്രീയം, വികസനോത്മകമായ കേരളം എന്നുള്ള ആശയം പുതുമ നിറഞ്ഞതല്ലെങ്കിൽ പോലും ആ ആശയവുമായി ബന്ധപ്പെട്ട് ഇടതിനും വലതിനും കഴിയാതിരുന്ന കാര്യങ്ങൾ ദേശീയയുടെ ഭാഗമായി നരേന്ദ്രമോദിജി നയിക്കുന്ന NDA സർക്കാരിന് കഴിയും. അത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സമരത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തകൾ ഇല്ലെങ്കിൽ പോലും വാർത്തകളിൽ രാജീവ്ജി ഇടം തേടുന്നത്. ഈ 2 ദിവസം മുമ്പ് ഉണ്ടായ വാർത്തയിൽ ചാനൽ റേറ്റിംഗ് കൂട്ടുവാൻ രാജീവ്ജിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് BJPയിൽ എന്തൊക്കെയോ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, അത്തരം വാർത്തകളാണെങ്കിലും ഏത് വാർത്തകളാണെങ്കിലും രാജീവ്ജിയോടൊപ്പം NDA ഇന്ന് കേരളം പിടിക്കാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ തുടക്കത്തിന് കാറ്റുവിതയ്ക്കുകയാണ്. ഈ കാറ്റ് കേരളം ആകെ തന്നെ ആഞ്ഞുവീശാൻ പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണുള്ളത്. ഇന്നേ ദിവസം വൈകുന്നേരങ്ങളിൽ കേരളത്തിലുള്ള വിവിധ പഞ്ചായത്തുകളിൽ NDAയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രതിഷേധ ജ്വാല തീർത്തുകൊണ്ടാണ് ഈ പ്രതിഷേധം ഞങ്ങൾ രംഗത്തേക്ക് വരുന്നത്. അത് ഇടതിനെയും വലതിനെയും ഒപ്പം നേടാൻ കഴിയുന്ന രൂപത്തിലേക്ക് കേരളം സജ്ജമാകുകയാണ്. കേരളത്തിൽ BJP സജ്ജമായി കഴിഞ്ഞു, NDA കൂടി അക്കൂട്ടത്തിൽ സജ്ജമാകുകയാണ്. ആ സജീവതയിൽ BDJന്റെ പങ്കാളിത്തം വ്യക്തമായി തന്നെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനായ പ്രിയപ്പെട്ട നമ്മുടെ BJPയുടെ അധ്യക്ഷൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ലോക ജനത, ലോക മലയാളി ഏറെ ആദരിക്കുന്ന മഹത്തായ വ്യക്തിത്വം, കേരള രാഷ്ട്രീയത്തിന് പുതിയ സംഭാവന ചെയ്യാൻ കഴിയുന്ന വ്യക്തിത്വം, NDA എന്ന് പറയുന്ന ആശയം കേരളത്തിൽ ഭരണത്തിലേക്ക് കാലെടുത്തു വെക്കാൻ പോകുന്ന അദ്ദേഹത്തിന് വിജയാശംസകൾ നടന്നുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ഞാൻ വിനയപരിശ്രമം ക്ഷണിക്കുന്നു. നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.